ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2019 റിലീസായ ദി ബോയ്സ് എന്ന ഒരു സൂപ്പർ നാച്ചുറൽ ആക്ഷൻ ത്രില്ലർ സീരീസാണ്. അപ്പോൾ മൊത്തം 4 സീസണുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹ്യൂയി ആ പൊട്ടിത്തെറിച്ചതിൻ്റെ ഷോക്കിലായിരിക്കും. ശേഷം മറ്റവരെ അവിടെ മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ലൂസൻ്റ് മരിച്ചെങ്കിലും അവൻ്റെ തൊലിക്ക് യാതൊരു കേടും വന്നിട്ടുണ്ടാവില്ല. ഹ്യൂയി അവരോട് ഇവിടെ മുഴുവൻ ഇങ്ങനെ വൃത്തികേടാക്കിയതിൽ സോറി. ഏയ് എന്തിനാണ്, നീ ചെയ്തത് നന്നായി. അവൻ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ എന്തിനാ? എൻ്റെ ഡ്രസ്സ് എടുക്കാൻ. അത് ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് ബുച്ചർ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സ് തന്നെ വേണമെന്ന് പറയും. എങ്കിൽ ഫ്രഞ്ചിയും നിൻ്റെ കൂടെ വരും. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവൻ നിൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കാല് തല്ലിയൊടിക്കുമെന്ന് പറയും. എന്നിട്ട് ബുച്ചർ ട്രാൻസ്ലൂസൻ്റെ തൊലിയൊക്കെ ഒരു പെട്ടിയിലാക്കി ശേഖരിക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ഥലം ഗ്രനേഡ് വെച്ച് പൊട്ടിക്കുന്നു. ശേഷം സ്റ്റാർലൈറ്റ് മാഡ്ലിൻ്റെ ഓഫീസിലേക്ക് ചെല്ലും. അവർ നീ രക്ഷിച്ച ആ പെണ്ണില്ലേ, അവൾ ആ വീഡിയോ യൂട്യൂബിൽ കണ്ടു. അവൾ നന്ദി പറയാൻ മുന്നോട്ട് വന്നു. ആഷ്ലി, അത് നല്ലൊരു കാര്യമാണ്. ഇതോടെ ആണുങ്ങളുടെ ഇടയിലും നിനക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഇത് നമുക്കൊരു നേട്ടമാണെന്ന് പറയുന്നു. എന്നിട്ട് സ്റ്റാർലൈറ്റിനെ വെച്ച് സിനിമ എടുക്കാൻ ആളുകൾ വരുന്നു. അവർ കഥയൊക്കെ പറഞ്ഞ് അവൾക്ക് വേറൊരു കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അവൾ അത് ഇടില്ലെന്ന് പറയും. ഇതെനിക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഞാനാണ് ഹോംലാൻഡറിൻ്റെ സ്യൂട്ട് ചെയ്തത്. ഇതെൻ്റെ ഫസ്റ്റ് വർക്കൊന്നുമല്ല. മാഡ്ലി, നോക്ക്, ഇതൊരു പാർട്ട്ണർഷിപ്പാണ്. നിനക്കിത് വേണ്ടായിരിക്കും, എന്നാൽ സെവന് ഇത് വേണമെന്ന് തന്നെയാണ് എന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് എ ട്രെയിനും ഷോക്ക് വേവ് എന്നൊരു സ്പീഡ് മനുഷ്യനുണ്ട്. അവർ തമ്മിലുള്ള ഒരു റേസ് ഉണ്ട് നാളെ. ആ റേസ് ജയിച്ചാൽ എ ട്രെയിന് ഫാസ്റ്റസ്റ്റ് മെൻ എന്ന പേര് നിലനിർത്താൻ സാധിക്കൂ. ഹ്യൂയി ഡ്രസ്സ് എടുക്കാൻ അവൻ്റെ റൂമിലേക്ക് ചെല്ലും. അവിടെ മൊത്തം സെവൻ്റെ പോസ്റ്റേഴ്സ് ആയിരിക്കും. ഒരു കാലത്ത് ഹ്യൂയിയും അവരെ വലിയ സംഭവം പോലെ കണ്ടിരുന്ന ആളാണ്. ദേഷ്യം വന്ന അവൻ അവിടെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങും. അവിടേക്ക് അവൻ്റെ അച്ഛൻ വരും. നീ എവിടേക്കാ പോകുന്നത്? അറിയില്ല എന്ന് പറയും. അവിടെ അച്ഛനുമായി ചെറിയൊരു വാക്ക് തർക്കമുണ്ടാകുന്നു. പക്ഷേ അവൻ സോറിയും പറഞ്ഞ് അവിടെ നിന്ന് പോകും. ശേഷം കാണിക്കുന്നത് ഒരു ജയിലാണ്. അവിടെ 2 ജയിൽവാസികൾ തമ്മിൽ അടികൂടിയായിരിക്കും. ഇത് കണ്ട് അവിടുത്തെ ജയിലറായ മദേഴ്സ് മിൽക്ക് എന്നാണ് ഇയാളുടെ പേര്, MM എന്ന് വിളിക്കാം. അയാൾ ചെന്ന് ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞ് നിർത്തിക്കും. അപ്പോഴാണ് പുറത്ത് ബുച്ചർ നിൽക്കുന്നത്. അവനെ കണ്ട് നിനക്കൊക്കെ എന്താ വേണ്ടത്? എന്തേ, എനിക്കെൻ്റെ പഴയ കൂട്ടുകാരനെ വന്ന് കണ്ടൂടെ? നിൻ്റെ ഒപ്പം ഒരു പരിപാടിക്കും ഞാനില്ല. ഒരു കുടുംബവുമായി നല്ല രീതിക്ക് പോകുന്നുണ്ട്, സുഖജീവിതം. പിന്നെ ഇവന്മാരെ ഒന്ന് നിലക്ക് നിർത്തണമെന്ന് മാത്രം. അപ്പോഴേക്കും അവിടെ വീണ്ടും അടി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി എന്നെ വീണ്ടും അവിടേക്ക് വരുത്തിക്കരുത് എന്ന് പറയും. ബുച്ചർ ഞങ്ങളൊരു സൂപ്പർ ഹീറോയെ കൊന്നു എന്ന് പറയുമ്പോൾ അവൻ വിശ്വസിക്കില്ല. ട്രാൻസ്ലൂസൻ്റ് ആണെന്ന് പറയുമ്പോൾ നീ എങ്ങനെ അയാളെ കൊന്നത്? അവൻ്റെ ആസനത്തിലൂടെ ബോംബ് കയറ്റി പൊട്ടിച്ചു. അവൻ ചിന്നിച്ചിതറി. അതിനു മുമ്പ് കുറച്ച് രഹസ്യങ്ങൾ അവൻ പറഞ്ഞിരുന്നു. അത് വെച്ച് വോട്ടിനെയും സെവനെയും ഒന്ന് മലർത്തിയടിക്കാം. ഹോംലാൻഡറിനെ കൊല്ലാൻ പറ്റുമെന്നാണോ? ഇതെല്ലാം നീ ചെയ്യുന്നത് ബെക്കയ്ക്ക് വേണ്ടിയല്ലേ? പക്ഷെ ബെക്ക ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. നിനക്കും കാരണങ്ങളുണ്ടല്ലോ എന്ന് MM ചോദിക്കും. അങ്ങനെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കും. MM ആ ഫ്രഞ്ചിയെയും കൂടെ കൂട്ടുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ ക്ലാപ്പിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രഞ്ചിയോ? അവനെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി എന്ന് ബുച്ചർ തട്ടിവിടും. കാരണം അവർ രണ്ടുപേരും കണ്ടാ ചേരൂല. ശേഷം ഹോംലാൻഡർ മാഡ്ലിനോട് ട്രാൻസ്ലൂസൻ്റ് ചിപ്പ് ഡെഡായെന്നാ കേൾക്കുന്നത്. അവൻ എന്തേലും പറ്റിയിട്ടുണ്ടാവുമോ? അപ്പോൾ എന്തു പറ്റാൻ? അവൻ്റെ ഇത് ഡയമണ്ട് സ്കിന്നല്ലേ. ശേഷം ബുച്ചർ MM അവരുടെ ട്രക്കിലേക്ക് കൊണ്ടുപോകും. എ ട്രെയിൻ്റെ ഗേൾഫ്രണ്ടായ പോപ്ക്ലോ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അവരുടെ ട്രക്കും ഉള്ളത്. നിരീക്ഷിക്കാനായി ഒരു ക്യാമറയുമുണ്ട്. നീ ഇത് റെൻറ്റിനെടുത്താണല്ലേ? പിന്നെ നീ എന്ത് വിചാരിച്ചു? ഞാനെന്താ ജെയിംസ് ബോണ്ടോ? ഞങ്ങളുടെ അടുത്ത് വലിയ പണമൊന്നുമില്ല. ആഹാ, നല്ല താളത്തിലുള്ള അടി. അത് അവരുടെ കോഡായിരിക്കും. ഹ്യൂയിയും ഫ്രഞ്ചിയും വരും. ഫ്രഞ്ചിയെ കണ്ട MM അപ്പോൾ ഇളകും. നിന്നെ കുറേയായി നോക്കി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഫ്രഞ്ചി, ഓ പിന്നെ നിനക്ക് ഞാനങ്ങ് നിന്ന് തരും. ഷോ കാണിക്കാതെ ഇറങ്ങിപ്പോടാ. ഈ പന്നി ഞാൻ വെറുതെ വിടൂല. ഇതെന്താ സംഭവം എന്നറിയാതെ ഹ്യൂയി അതിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് MM ഒരു കോള് വരുന്നത്. അത് അവൻ്റെ വൈഫായിരിക്കും. പെട്ടെന്ന് അവൻ്റെ ടോണൊക്കെ മാറും. ഹേ ബേബി, എന്തെടുക്കുന്നു? എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഒരു കിസ് ഫോണിലൂടെ കൊടുക്കും. പെട്ടെന്ന് അവർക്ക് ചിരി വരും. അപ്പോൾ കൂടുതൽ ചിരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. അങ്ങനെ അവരും ഫ്രഞ്ചിയും കൈ കൊടുത്ത് കോംപ്രമൈസ് ആക്കുന്നു. MM ഹ്യൂയിയെ കണ്ട് ഏതാണ് ഇവൻ എന്ന് ചോദിക്കും. ബുച്ചർ ഹ്യൂയിയെയും മദേഴ്സ് മിൽക്കിനെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കും. അയാളുടെ പേര് കേട്ട ഹ്യൂയി അത് വിളിപ്പേരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല,
എൻ്റെ അമ്മ എനിക്കിങ്ങനെയാണ് പേരിട്ടത്. അതെന്ത് പേരാണെന്ന് ഹ്യൂയി ചോദിക്കുമ്പോൾ ഒരു അരവട്ടനെയും മുഴുവട്ടനെയും നീ കൂടെ കൂട്ടിയിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് ബുച്ചറിനോട് പറയും. ഈ അരവട്ടൻ തന്നെയാ ഒരു സൂപ്പർ ഹീറോയെ തവിടുപൊടിയാക്കിയതെന്ന് ബുച്ചർ പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് പോപ്ക്ലോ വരുന്നത്. അവൾ താമസിക്കുന്നതിൻ്റെ റെൻറ്റ് ചോദിക്കാനായി ഒരാൾ വരും. ഹ്യൂയി, എനിക്ക് അവളുടെ വീട്ടിലെ IPv6 നമ്പർ ഒന്ന് കിട്ടിയാൽ മതി. എല്ലാ ഡെസ്ക്ടോപ്പിനും എല്ലാ സ്മാർട്ട് TVക്കും ഒരു ക്യാമറ ഉണ്ടാകും. ചിലപ്പോൾ അത് ഓരോ റൂമിലും കാണും. എനിക്കൊരു 5 മിനിറ്റ് അകത്തേക്ക് കയറാൻ പറ്റിയാൽ മതി. ഹോം സർവീസാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഇവൻ ഇതിൻ്റെ ഷോപ്പിലായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്. ശേഷം ഹ്യൂയിയും എമ്മും ഇവിടുത്തെ മാനേജർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്, ബിൽഡിംഗ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായി. അയാളെ ഞാൻ കുറച്ച് മുമ്പ് കണ്ടിരുന്നു, പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. ഇതാണ് വർക്ക് ഓർഡർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ തന്നെ ട്രെയിനും അവളും ഒപ്പമുള്ള പിക്കായിരിക്കും കാണുന്നത്. അവൻ അതിലുള്ള ക്യാമറാസ് എല്ലാം ഇനേബിൾ ചെയ്യും, അവർക്ക് കാണാൻ പാകത്തിന്. ഇത് കണ്ട ബുച്ചർ ഈ പയ്യൻ നമ്മൾ വിചാരിച്ച ആളല്ലെന്ന് പറയും. ശേഷം മേവിനെ ഹോംലാൻഡർ വിളിക്കും. അവൾ ട്രാൻസ്ലൂസിൻ്റെ വല്ല ഗൈനക്കോളജിസ്റ്റിൻ്റെ ഓഫീസിൽ വായും പൊളിച്ച് നിൽക്കുന്നുണ്ടാവും 2 ദിവസവും. പിന്നെ ആരും എന്താ ഇത്ര സീരിയസ് ആവാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ സമയത്ത് അവിടെ ഒരു വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഹോംലാൻഡർ അവിടെയുള്ള ഒരു പോലീസുകാരനോട് നിങ്ങളൊക്കെയാണ് ശരിക്കുള്ള ഹീറോസ് എന്ന് പറഞ്ഞ് ഷൂട്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകും. ശേഷം മേവ് ലിഫ്റ്റ് കയറി അവിടെ എത്തുന്നത് വരെ ഹോംലാൻഡർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഷൂട്ടേഴ്സിനെ അടിക്കാൻ തുടങ്ങും. പക്ഷേ ഹോംലാൻഡർ ഒറ്റയടിക്ക് അയാളുടെ ജീവനെടുക്കുന്നു. ശേഷം രാത്രിയാകുമ്പോൾ ട്രെയിനും അവളും തമ്മിലുള്ള സീനായിരിക്കും അവന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് അവൻ്റെ ടെൻഷനെല്ലാം അവളോട് പറയും. നാളെ നടക്കാനിരിക്കുന്ന ട്രെയിനും ഷോക്ക് വേവും തമ്മിലുള്ള റേസാണ്. അതിലെങ്ങാനും ഞാൻ തോറ്റുപോയാൽ ഔട്ടാണ്. പിന്നെ എനിക്ക് 7ൽ സ്ഥാനമില്ല. കോമ്പൗണ്ട് V നീ എവിടെയാ വെച്ചതെന്ന് ചോദിക്കും. അവൾ ഇനി അത് വേണോ? കഴിഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? ഒരു പെണ്ണിൻ്റെ മീതെ കയറി ഇറങ്ങിയില്ലേ? അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കില്ല, എല്ലാം കൺട്രോളിലായിരിക്കുമെന്ന് പറയും. ഹ്യൂയി എന്താണ് ഈ കോമ്പൗണ്ട് V എന്ന് ചോദിക്കുമ്പോൾ അത് സൂപ്പൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറോയിഡാണ്. സൂപ്പ് എന്ന് വെച്ചാൽ സൂപ്പർ ഹീറോ. അവരുടെ പെർഫോമൻസ് കൂട്ടാനായി. അവളത് അവന് എടുത്തു കൊടുക്കും. ഇത് കണ്ട ബുച്ചർ ഈ കോമ്പൗണ്ട് V ഒന്ന് ടെസ്റ്റ് ചെയ്യാനായി അതൊന്ന് ഒപ്പിക്കണമെന്ന് പറയുന്നു. ശേഷം ആ റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും ഇവർ. പോപ്ക്ലോ ലൈവായി TVയിലിരുന്ന് കളി കാണുന്നുണ്ട്. ഹ്യൂയി ഒരു ഫോട്ടോഗ്രാഫറായിട്ടായിരിക്കും അവിടേക്ക് ചെന്നിട്ടുണ്ടാവുക. ഫ്രഞ്ചി ഒരു വെന്റിലേഷൻ പൈപ്പിലൂടെ അവൻ്റെ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടേക്ക് എത്തുന്നുണ്ട്. ശേഷം റേസ് തുടങ്ങാറായി. ബുച്ചർ ഫ്രഞ്ചിയോട് പണി തുടങ്ങിക്കോളാൻ പറയുന്നു. അവിടുന്ന് ഹ്യൂയി സ്റ്റാർലൈറ്റിനെ കാണുമ്പോൾ തന്നെ ഇത് ആനിയല്ലേ എന്നവൻ മനസ്സിലാക്കുന്നു. അവൾ നേരെ ചെല്ലുന്നത് ഡ്രസ്സിംഗ് റൂമിലേക്കായിരിക്കും. പെട്ടെന്ന് ഹ്യൂയി വിളിക്കും. ജസ്റ്റ് മിസ്സിന് അവൾ ഫ്രഞ്ചിയെ കാണില്ല. അവൾക്കും അവനെ മനസ്സിലാവും. ബുച്ചർ എയർപോർട്ടിലൂടെ നിനക്ക് സ്റ്റാർലൈറ്റിനൊക്കെ അറിയോ, നീ ഒരു സംഭവമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവൻ അവൾക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്ത് വഴി തിരിച്ചു വിടുന്നു. ശേഷം ഫ്രഞ്ചി അവിടെ മുഴുവൻ തപ്പും, പക്ഷെ അവിടെ കോമ്പൗണ്ട് V കാണുന്നുണ്ടാവില്ല. ശേഷം ഹ്യൂയി അവളോട് നീ അന്ന് നിനക്ക് ഈ ജോലി ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, അത് ഈ ജോലിയാണോ? അതെ എന്ന് പറയും. എന്നാൽ അത് വിട്ടൂടെ? അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പെട്ടെന്ന് അവൾ നിനക്ക് എൻ്റെ നമ്പർ വേണമെന്ന് ചോദിക്കും. അവൻ വേണമെന്ന് പറയുന്നു. ശേഷം ട്രെയിനിന് കോമ്പൗണ്ട് V എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് വരാൻ തുടങ്ങും. അവൻ്റെ ചേട്ടൻ വന്ന് നീ ഓക്കെ അല്ലേ, എന്തോ ഒരു പന്തികേട് പോലെ. ഒന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. ആ സമയം അവളുടെ വീട്ടിലെ ക്യാമറ നോക്കുമ്പോൾ അവൾ എന്തോ ബാഗിൽ നിന്ന് എടുക്കുന്നത് കാണും. ബുച്ചറിനോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അവിടെ വെച്ച് ബുച്ചർ ഹോംലാൻഡറിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ റേസ് സ്റ്റാർട്ടാവും. ആ റേസിൽ ട്രെയിൻ തന്നെ ജയിക്കുന്നു. ശേഷം ബുച്ചർ ഹ്യൂയിയോട് നിനക്കെങ്ങനെ സ്റ്റാർലൈറ്റിനെ അറിയാം? അത് ഞങ്ങൾ പാർക്കിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണെന്ന് പറയും. നമ്പർ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയെന്നും പറയും. ശേഷം വിളിച്ച് പോപ്ക്ലോ ഒരു പാക്കറ്റിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കോമ്പൗണ്ട് V ആണെന്ന് പറയും. ശേഷം TVയിൽ ട്രെയിനോട് റിപ്പോർട്ടേഴ്സ് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, പിന്നെ ഞാൻ മിങ്കിളാവാൻ എപ്പോഴും റെഡിയാണ്, ലേഡീസിന് ഞാൻ ഈ ഓഫർ കൊടുക്കുന്നു. ഇതൊക്കെ കേട്ട പോപ്ക്ലോന് നല്ല ദേഷ്യം വരുന്നുണ്ടാകും. അവൾ കുറച്ച് കോമ്പൗണ്ട് V എടുത്ത് കുത്തുന്നു. പിന്നെ അമ്മാതിരി വർക്കൗട്ടായിരിക്കും. ഇത് കണ്ട് മറ്റവന്മാർ ഞെട്ടും. ആ സമയം വാടക ചോദിക്കാൻ മുതലാളി വീണ്ടും വരും. അവൾ അയാളെ അകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് ഡ്രിങ്ക്സൊക്കെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അയാളെ വശീകരിക്കും. അങ്ങനെ അവർ തമ്മിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നു. പക്ഷേ കോമ്പൗണ്ട് Vയുടെ എഫക്റ്റ് കാരണം അയാളുടെ തല 2 കഷ്ണങ്ങളായി പൊളിയുന്നു. പക്ഷെ അവൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിങ്ങനെ ആകുമെന്ന്. അവൾ പേടിച്ചലറുന്നു. ശേഷം ബുച്ചറും ഫ്രഞ്ചിയും അവളുടെ വീട്ടിലേക്ക് ചെല്ലും. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല,
ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയും. അതിന് പകരമായി നീ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി ഞങ്ങളോട് പറയുക എന്നതാണ് എന്ന് കോമ്പൗണ്ട് വി കാണിച്ചുകൊണ്ട് പറയും. ശേഷം ഹോംലാൻഡർ മാഡ്ലിനെ വിളിക്കും. എൻ്റെ കുഞ്ഞ് ഗപ്പിക്കുട്ടന് ഒരു ബോക്സ് കിട്ടി കടലിൽ നിന്ന്, അത് അവളോട് നോക്കാൻ പറയും. അത് ട്രാൻസ്ലൂസൻ്റ് തൊലിയായിരിക്കും, കമ്മിങ് ഫോർ യു എന്നതിൽ എഴുതിയിട്ടുണ്ടാവും. ഹോംലാൻഡർ അയച്ചത് ആരായാലും അവരൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറയും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.